സംസ്ഥാനത്തെ മധ്യവേനൽ അവധിക്ക് ശേഷം സ്കൂളുകൾ ജൂൺ 2 തുറക്കും. ആദ്യ ദിനങ്ങളിൽ കുട്ടികൾക്ക് അവബോധം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ക്ലാസുകളായിരിക്കും ഉണ്ടാകുക. ആദ്യ രണ്ടാഴ്ച 2 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ ലഹരിക്കെതിരായ അവബോധം ഉണ്ടാകാനും നിയമബോധം ഉറപ്പാക്കാനുമുള്ള പ്രത്യേക പീരിയഡ് ഉണ്ടാകും. രണ്ടാഴ്ച സ്കൂൾ ടൈം ടേബിളിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം നടപ്പിലാക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. വ്യത്യസ്തമാർന്ന ക്ലാസുകളായിരിക്കും ഇതിലുള്ളത്. 2ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ക്ലാസുകൾക്കാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ. നിയമബോധം, വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, ലഹരിക്കെതിരായുള്ള അവബോധം, പൊതുനിരത്തിലെ നിയമങ്ങൾ, പൊതുബോധം, സൈബർ അവബോധം തുടങ്ങിയവയാണ് ഈ മാർഗനിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നത്. ദിവസം 1 മണിക്കൂറെങ്കിലും ഇതിനായി മാറ്റിവെക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. ജൂൺ 3 മുതൽ 13 വരെ സർക്കുലർ അനുസരിച്ച് ക്ലാസുകൾ നടത്തണം. കുട്ടികൾക്ക് ക്ലാസ്സിലും ക്യാമ്പസിലും ഭയമില്ലാതെ പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള ആത്മവിശ്വാസമാണ് ആദ്യ ദിനങ്ങളിൽ ഉണ്ടാകേണ്ടത്. ഏത് ദിവസം ഏത് നടപ്പാക്കണമെന്ന് സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട്. അതുപ്രകാരമായിരിക്കും നടത്തുക. എന്നാൽ ഏത് പീരീഡാണ് ഈ പ്രവർത്തനങ്ങൾ ക്ലാസുകളിൽ നടത്തേണ്ടതെന്ന് സ്കൂളുകൾക്ക് തീരുമാനിക്കാനും സാധിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. കുട്ടികൾക്കിടയിൽ ലഹരി ഉപയോഗവും സൈബർ ആക്രമണവും ഒക്കെ കൂടി വരുന്ന സാഹചര്യമാണ്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഇത്തരം ക്ലാസുകൾ കുട്ടികളെ കൂടുതൽ അറിവുള്ളവരാക്കും. ജൂൺ 2 സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കുന്നത്. ആദ്യത്തെ 2 ആഴ്ചയായിരിക്കും ഇത്തരത്തിലുള്ള ക്ലാസുകൾ സ്കൂളുകളിൽ നടപ്പിലാക്കുക.